പ്രാർത്ഥനയുടെ ദിവസങ്ങളാക്കി ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ദിവസങ്ങളാക്കി നമ്മുടെ ഓരോ ദിവസങ്ങളെയും ഇനിയുള്ള നാളുകളിൽ മാറ്റണം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടു എന്ന് നാം അറിയുന്നില്ല. പ്രാർത്ഥന എന്നത് ഒരു ജീവിത ശൈലിയാക്കി മാറ്റി ജീവിതത്തിൽ വലിയ നന്മകൾ കൊയ്തെടുത്ത് അനുഗ്രഹിക്കപ്പെടാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ വേറെ പല തിരക്കുകളിലേക്ക് കടന്നു പോകുന്നത്, അതിനകത്ത് പിശാചിൻ്റെ കളിയുണ്ട്, നമ്മുടെ മടിയുമുണ്ട്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമെന്ന് റോമാലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. വിശ്വാസമില്ലാതെ ചെയ്യുന്ന ഒത്തിരി കാര്യമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ലോകത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മിൽ വർദ്ധിക്കുകയാണ്. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. വിശ്വാസമില്ലാതെയും പ്രാർത്ഥിക്കാൻ കഴിയും. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് അത് കടന്നു വരുമ്പോൾ അത് വലിയ ചലനങ്ങളെ ഉളവാക്കിയെടുക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലെ ഓരോ ഭാഗം പറഞ്ഞ്, കർത്താവേ നീ എനിക്ക് വേണ്ടി ചെയ്യണേ, ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നീ ഏലിയാവിന് വേണ്ടി ചെയ്തല്ലോ, ഏലീശയ്ക്ക് ഇരട്ടി കൊടുത്തില്ലേ, ഇസഹാക്ക് വിതച്ചപ്പോൾ അവന് 100 മേനി വിളവ് കൊടുത്തല്ലോ, യാക്കോബിൻ്റെ ജീവിതത്തിൽ 20 വർഷത്തിന് ശേഷം അവനെ സമ്പന്നനാക്കിയില്ലേ, 10 പ്രാവശ്യം അവനെ അമ്മായിയപ്പൻ കളിപ്പിച്ചൊന്നുമില്ലാതിരുന്നിട്ടും ആ യാക്കോബിനെ ഒരൊറ്റ സ്വപ്നം കൊണ്ട് അങ്ങ് സ്വർഗീയ സമ്പന്നനാക്കിയില്ലേ. എനിക്കും അങ്ങയുടെ കൃപ വേണം, അങ്ങയുടെ സ്വപ്നങ്ങൾ വേണം. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ല, നമ്മുടെ വിഷയം പറയണം. കർത്താവേ, വീടിൻ്റെ പണി മുടങ്ങിക്കിടക്കുന്നു, അതിന്മേൽ അങ്ങ് പ്രവർത്തിക്കണേന്ന് പറയുമ്പോൾ തന്നെ, കർത്താവേ, ആവർത്തന പുസ്തകം 8:12 പോലെ നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് പാർക്കുമെന്ന് അതിൽ പറയുന്നുണ്ടല്ലോ. കർത്താവേ, അങ്ങ് തിരഞ്ഞെടുത്തവർക്ക് അങ്ങ് നല്ല ഭവനങ്ങളെ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങ് സ്വർഗത്തിലും വീട് വെച്ചിരിക്കുന്നു, ഭൂമിയിലും നന്മ വെച്ചിരിക്കുന്നല്ലോ. അങ്ങ് കരുണയുള്ള കർത്താവാണല്ലോ. എനിക്ക് വേണ്ടി അത് വേഗത്തിൽ നിറവേറ്റണമേ. ഇങ്ങനെ ദൈവവചനം പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര മാറ്റം ഉണ്ടാകും. ഞാൻ ഈ ബൈബിൾ ബേസ്ഡ് പ്രെയർ ഒത്തിരി പേരെ പഠിപ്പിച്ചു, ഒത്തിരി വലിയ ദൈവദാസന്മാരെ പഠിപ്പിച്ചു. അവർ അത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവർ മറ്റുള്ളവരെ പഠിപ്പിച്ചു. ഒരു ദൈവദാസനെ ഞാൻ ഈ ബൈബിളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, ബൈബിളിൽ നിന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് വെച്ച് അനവധി പാട്ടുകൾ എഴുതി. മാത്രമല്ല, അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി. ദൈവവചന അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവ് അതിന് മറുപടി തന്നിരിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശീലിക്കാം. ഒരു രോഗമുണ്ടെങ്കിൽ, കർത്താവേ, എൻ്റെ ശരീരത്തിൽ ഇന്ന രോഗമുണ്ട്, യേശുവേ അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വായിക്കുന്നല്ലോ. മാത്രമല്ല, അങ്ങ് അവസാന ദിവസം വരെ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ഏറ്റവും ഒടുവിലാണല്ലോ സമാപിച്ചത്. അങ്ങ് ശിഷ്യന്മാരെ വിട്ടപ്പോഴും നിങ്ങൾ പോകുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ എന്ന് പറഞ്ഞല്ലോ. അങ്ങയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണല്ലോ, ഇഷ്ടമാണല്ലോ, അങ്ങയുടെ പദ്ധതിയാണല്ലോ സൗഖ്യം. എനിക്കത് തരണമേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മറുപടി ഉറപ്പാണ്. ഏത് വലിയ മൊഴി അപ്രത്യക്ഷമാവും, ഏത് വലിയ പ്രശ്നങ്ങളും മാറും. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ബൈബിൾ വായന നല്ല പരിശീലനമായിരിക്കണം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. ബൈബിൾ വായന നിങ്ങൾക്കൊരു വലിയ ഉത്സാഹവും ആഘോഷവുമായി മാറട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് ഉറ്റിരിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ എല്ലാം വരം ലഭിച്ചവരുണ്ട്. അല്ലാത്തവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾക്കത് നൽകി തരട്ടെ. ഇവിടെ ചർച്ചിൽ നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ നിങ്ങൾ വന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും, കൃപകൾ പ്രാപിക്കും. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ.
നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, പോകുന്ന സഭയിൽ നിങ്ങളുടെ പാസ്റ്ററോട് പറയണം, നിങ്ങൾ ദൂരെയാണെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പാസ്റ്റർ വേണ്ട നിർദ്ദേശങ്ങളും ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് സഹായിക്കട്ടെ. യേശുവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനായി യേശുവേ നീ ഓർത്തതിനായി എന്നെ നീ മാനിച്ചതിനായി എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനായി യേശുവേ നീ ഓർത്തതിനായി എന്നെ നീ മാനിച്ചതിനായി എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്റെ രക്ഷയായ, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ, അങ്ങയുടെ സൗമ്യതയാണ് ഞങ്ങളെ വലിയവരാക്കിയത് കർത്താവ്. അങ്ങയുടെ സഹിഷ്ണുതയാണ് ഞങ്ങൾ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത്. അങ്ങ് നല്ലവൻ. ഞങ്ങൾക്ക് എന്നും പാടാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, എല്ലാ കാലത്തും ഞങ്ങൾക്ക് പാടാൻ ഒറ്റൊരു കാര്യമേ ഉള്ളൂ കർത്താവ്. അങ്ങ് നല്ലവൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് മതിയായവൻ. യേശുവേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ.
രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 19-ാമത്തെ വാക്യമാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഈ അധ്യായം മുഴുവനും പ്രാർത്ഥനയാണല്ലോ. 19-ാം വാക്യത്തിൽ, പിതാവേ, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എനിക്ക് ആദ്യം ഇപ്പോഴും മനസ്സിലാകാത്ത വാക്യങ്ങളിൽ ഒന്നാണിത്. കർത്താവ് പരിശുദ്ധനാണ്. യേശു പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ദൂതന്മാർ ചുറ്റും നിന്ന് ആരാധിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധൻ. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാകുന്നു എന്ന് ഭൂതഗ്രസ്തനും വിളിച്ചു പറയുന്നു. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാകും. ഇത്രയും വിശുദ്ധനായ, പരിശുദ്ധനായ, അശുദ്ധി അടുക്കാത്തവൻ, ആർക്കും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവൻ, തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നു. ഇത്രയും പരിശുദ്ധനായ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നിട്ട് യേശു കർത്താവ് പറയുകയാണ്, പിതാവേ, അവർ വിശുദ്ധരാകേണ്ടതിന്, സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. യേശുവിൽ അശുദ്ധി ഉണ്ടായിട്ടല്ല, പാപമുണ്ടായിട്ടല്ല. യേശു സകലത്തിലും നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയി എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു എല്ലാറ്റിലും ഒരു മാതൃകയാണ്. അതായത് യേശു എന്തിനാണ് പരസ്യമായി പ്രാർത്ഥിക്കുന്നത്? യേശു എപ്പോഴും രഹസ്യമായി മലമേലല്ലേ പോയി പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഇരുട്ടുള്ളപ്പോൾ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കും. യേശു പ്രാർത്ഥിക്കുന്നത് ആരും അറിയാതെ രഹസ്യത്തിലുള്ള പിതാവിനോടാണ്. യേശു അതാണ് പഠിപ്പിച്ചത്. എന്നിട്ട് എന്തിനാണ് യോഹന്നാൻ 17 അവരുടെ നടുവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്? അവർക്കൊരു മാതൃകയാകേണ്ടത്, എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് അടുക്കാൻ കഴിയും എന്നൊരു മാതൃകയാകേണ്ടത്. അപ്പോൾ യേശു നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു ലീഡർ എന്ത് ചെയ്യുന്നുവോ അതേ അടുത്ത അനുയായികൾ ചെയ്യും. ഒരു ലീഡറിന് എന്തെല്ലാം ആകാമോ അത്രയുമേ അടുത്ത തലമുറ, അടുത്ത അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരും ഏറ്റെടുക്കും. ഒരു വീട്ടിലെ അപ്പനും അമ്മയും വളരെ രാവിലെ എഴുന്നേറ്റ് ഒരടുക്കും ചിട്ടയോടെ ജീവിതം ആരംഭിക്കുന്നവരാണെങ്കിൽ അവരുടെ മക്കളെ ശ്രദ്ധിച്ചു അതുപോലെയായിരിക്കും. അപ്പനും അമ്മയും നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നെങ്കിൽ മക്കളും അങ്ങനെ തന്നെ. അപ്പനും അമ്മയും ഉഴപ്പാണോ, പിള്ളേരും അങ്ങനെ തന്നെ. അപ്പനും അമ്മയും എന്നും ഇടിയടിയുവാണെങ്കിലോ പിള്ളേരുടെയും ജീവിതം അത്രയൊക്കെ തന്നെയുള്ളൂ. കാരണം ഇതെല്ലാം അനുകരിക്കുന്നതും അവരുടെ മേൽ പകർന്നു കിട്ടുന്നതുമാണ്. ചിലത് നോക്കി അനുകരിക്കും, ചിലത് പകർന്നു കിട്ടുന്നതാണ്. യോങ്കിച്ചോ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായിരുന്ന ഡേവിഡ് യോങ്കിച്ചോ, ഇന്ന് അദ്ദേഹത്തിൻ്റെ സഭയേക്കാൾ വളരെ വലിയ സഭകളുണ്ട്. എന്നാൽ ഒരു കാലത്ത് 5-10 ലക്ഷം പേരുള്ളൊരു സഭയെന്ന് പറഞ്ഞാൽ യോങ്കിച്ചോയുടെ കൊറിയയിലെ സഭയായിരുന്നു. അദ്ദേഹമാണ് 1 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു കൂടിയ വരവ് ഉണ്ടാക്കാമെന്ന് അദ്ദേഹമാണ് ആദ്യം തെളിയിച്ചത്. അദ്ദേഹം തെളിയിച്ചപ്പോൾ പിന്നീട് ഒത്തിരി സഭകൾ പുറകെ വന്നു. ഒരാൾ കാണിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ പുറകെ എല്ലാം വരും. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന, 4th ഡൈമെൻഷൻ എന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി ബുക്കുകളുണ്ട്, കിട്ടിയാൽ നിങ്ങൾ വാങ്ങി. ഡോക്ടർ ഡേവിഡ് യോങ്കിച്ചോ എന്ന ദൈവദാസൻ്റെ പുസ്തകങ്ങൾ ആമസോണിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് വരുത്തിക്കാമോ അതെല്ലാം വരുത്തി വായിക്കണം. ജീവിതം തന്നെ മാറും. കർത്താവിൻ്റെ വേലയിലും നല്ല കുടുംബ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലെല്ലാം നമ്മൾ ശക്തരായി മാറും. അപ്പോൾ അദ്ദേഹം പറയുന്നത്,
ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സഭയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതേ അടുത്ത തലമുറ ഫോളോ ചെയ്യും. നമ്മൾ ചെയ്യുന്നത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറയാനുള്ള തൻ്റെ ഇടം പൗലോസിനുണ്ടായിരുന്നു. എൻ്റെ അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ, ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് അതുപോലെ നിങ്ങളും എന്നെ അനുഗമിച്ചോ, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. എന്നാൽ പല പാസ്റ്റർമാരും പല ദൈവദാസന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്നെ നോക്കരുത്, ഞങ്ങളെ നോക്കരുത്, നിങ്ങൾ കർത്താവിനെ നോക്കാവൂ. എന്നാൽ പൗലോസ് പറയുന്നത് എന്നെ നോക്ക് എന്ന് പറയത്തക്ക രീതിയിൽ അദ്ദേഹം കർത്താവിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. 1 കൊരിന്ത്യർ 11:23 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, അദ്ദേഹം കർത്താവിൽ നിന്നെല്ലാം പ്രാപിച്ചു. പത്രോസിൻ്റെ വീട്ടിൽ പോയിരുന്ന് അല്ലെങ്കിൽ ആ കാലത്തുള്ള ബൈബിൾ പഠനങ്ങൾ നടത്തി ശിഷ്യന്മാരോടൊക്കെ ചോദിച്ച് എഴുതി വാങ്ങി, ഞാൻ പത്രോസിൽ നിന്ന് കേട്ടതുപോലെ, ഞാൻ അന്ത്രയോസിൽ നിന്ന് പഠിച്ചതുപോലെ, ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചതുപോലെ എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയില്ല. പകരം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അതെന്ത്? കർത്തൃമേശയെക്കുറിച്ച് അന്ത്രയോസിനോട് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും. പ്രാപിക്കുക എന്ന് പറഞ്ഞൊരു മെനക്കേടല്ലേ? എത്രയോ ദിവസം മാറിയിരിക്കണം. കർത്താവിൻ്റെ എൻകൗണ്ടർ വേണം. കർത്താവ് ഇറങ്ങി വരണം. കർത്താവ് അത് മറനീക്കി കാണിച്ചു കൊടുക്കണം. ചോദിച്ചാലോ? പത്രോസ് എഴുതിയ ഒരു ലേഖനം വായിച്ചാലോ? അത് മതിയില്ലേ? ആവശ്യം പോലെ പുസ്തകങ്ങളും വായിച്ച് യൂട്യൂബിലെ വീഡിയോകൾ കണ്ടും നമുക്ക് ആത്മീയമായിട്ട് വളരാം. അതൊക്കെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ചുവടുകൾ മാത്രം. എന്നാൽ പ്രാപിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് പൗലോസ് അവിടെ കാണിക്കുന്നത്. ആ ഒരു അനുഭവം നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് തന്നെയാണ്. എല്ലാം കർത്താവിൽ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു പരിശുദ്ധനാണ്. പിശാചും ദൂതന്മാരും അവനെ ഭയപ്പെടും. സർവ സൃഷ്ടിയും അവനെ ഭയപ്പെടുന്നു. അവനെ കാണിച്ചു കൊടുക്കാൻ ഒരു നക്ഷത്രം അവനെ വഴികാട്ടിയായിട്ട് വന്നു. അവൻ എത്ര വലിയ ദൈവമാണ്! സർവശക്തനല്ലേ? പരിശുദ്ധനായ ദൈവമല്ലേ? അവൻ്റെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? എന്നിട്ടും മനുഷ്യ അവതാരമെടുത്ത യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. എന്തിന്? കൂടെയുള്ളവർ വിശുദ്ധരായി തീരേണ്ടതിന്. സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം. വിശുദ്ധിയുടെ പേരുള്ളവരാകരുത്. വിശുദ്ധൻ എന്ന പേര് മാത്രമാകരുത്. പേരിൽ ക്രിസ്ത്യാനിയാകരുത്. നേരിൽ ക്രിസ്ത്യാനിയാകണം. അതിനു വേണ്ടി യേശു അവർക്ക് വേണ്ടി വിശുദ്ധനായി മാറി. യേശു അവരുടെ മുൻപിൽ പ്രാർത്ഥിച്ചു. യേശു മരിച്ച് അടക്കപ്പെട്ട് പോയപ്പോൾ യേശു എങ്ങനെയായിരുന്നു അങ്ങനെയെല്ലാം ശിഷ്യന്മാരായി തീർന്നു. യേശു വിശുദ്ധനായിരുന്നു, ശിഷ്യന്മാരും വിശുദ്ധന്മാരായി മാറി. പിന്നെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്ന ലേഖനങ്ങളാണ് നമ്മൾ ആ ബൈബിളിൽ കാണുന്ന ലേഖനങ്ങൾ. വിശുദ്ധന്മാർക്ക് വേണ്ടി, വിളിക്കപ്പെട്ട വൃദ്ധന്മാർക്ക് വേണ്ടി. യേശു വൃദ്ധസ്ഥനായിരുന്നു, വിളിക്കപ്പെട്ടവരും വൃദ്ധസ്ഥരായിരുന്നു. യേശു വിശ്വാസ വീരനായിരുന്നു, വിളിക്കപ്പെട്ടവരും വിശ്വാസ വീരന്മാരായി മാറി. യേശു ധൈര്യശാലിയായിരുന്നു, വിളിക്കപ്പെട്ട പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എല്ലാം ധൈര്യശാലികളായിരുന്നു. യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായിരുന്നു, വിളിക്കപ്പെട്ട എല്ലാവരും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. യേശു അനുഗമിക്കുവാൻ ഒരു നല്ല മാതൃക അവർക്ക് കാണിച്ചു കൊടുത്തു. മാതൃക വെച്ചേച്ചു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഇതുപോലെ നാം
ഒരു റോൾ മോഡലായി തീരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അതാണ്. അവർക്ക് പ്രാർത്ഥന ജീവിതം ഉണ്ടാകാൻ, നമ്മുടെ പിള്ളേരെ ഓർത്ത് നിങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകണമെന്ന് മാതാപിതാക്കളോട് പറയുക. എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്ററിൻ്റെ അപ്പൻ വിശ്വാസിയല്ല, അന്ന് ഒരു വിശ്വാസത്തിലല്ല, യാക്കോബായ കുടുംബത്തിലാണ്. അത് അന്ന് പത്തനംതിട്ട മല്ലശ്ശേരിയിലാണ് അവരുടെ വീട്. അപ്പോൾ ആ അപ്പച്ചൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഈ പാസ്റ്ററിനെ കാണിച്ചിട്ട് എന്നോട് പറയാണ്, കുഞ്ഞെ, ഇവനൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഇവർ ജനിച്ച് തിരിച്ചറിവായി സമയത്ത് ഞാൻ സിഗരറ്റ് വലി നിർത്തി. കാരണം ഇവനിത് കണ്ടു വളരാതിരിക്കാൻ. എനിക്ക് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ഇവന് വേണ്ടി, എൻ്റെ പിള്ളേർക്ക് വേണ്ടി ഞാനത് നിർത്തി. അന്ന് രക്ഷിക്കപ്പെട്ടവരല്ല, ഇത് തെറ്റാണ്, പാപമാണ്, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുകയാണ്, ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാകേണ്ടത്. യാക്കോബായക്കാരൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കള്ളു കുടിച്ച് നടക്കുമ്പോൾ തീരുമാനങ്ങൾ എടുത്ത കാര്യമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചൊരു വ്യക്തി എത്രയധികം ഭയപ്പെടുന്നു. പ്രാർത്ഥന, ആ വീട്ടിൽ കുഞ്ഞുങ്ങൾ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും ടി വി നോക്കിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും നോക്കിയാലും മൊബൈലും വിളിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോൾ നോക്കിയാലും ആരുടെങ്കിലും കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ബൈബിള് വായനയുണ്ടോ? സാധാരണ മനുഷ്യരെ പോലെ, പൗലൂസ് പറയുന്ന പോലെ ശേഷം മനുഷ്യരെ പോലെയാണ് ജീവിക്കുന്നത്. പിള്ളേരിതൊന്നും പറയില്ലെങ്കിലും അവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കണം. അവർ പ്രാർത്ഥിക്കുന്നവരാകാൻ വേണ്ടി നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറണം. അവരോട് പറയണം, ഞാനിന്ന് ഉപവാസമാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ നാളെ അവരുടെ ഉള്ളിൽ നമ്മൾ നല്ലൊരു ചിത്രം കൊടുക്കുകയാണ്. ഒരു വിശ്വാസി ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. മേരി കോർ എന്ന ദേവദാസിയുടെ മകൾ സാറാ കോവൂർ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വന്ന് പ്രസംഗിച്ചു. അവർ കുടുംബമായിട്ട് അമേരിക്കയിലാണ്. ദൈവം ഒത്തിരി അനുഗ്രഹിച്ച ഒരു കുടുംബമാണ്. ആ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു, എൻ്റെ അമ്മ എന്നും എനിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ശുശ്രൂഷയുടെ ഒരു പങ്ക് ഇവൾക്കും കൊടുക്കണേ. കർത്താവേ, എൻ്റെ ശുശ്രൂഷയുടെ പങ്ക്, ഞാനൊരു ശുശ്രൂഷകയായിട്ട് ഇറങ്ങി, എന്നെ അങ്ങ് ലോക രാജ്യങ്ങളിൽ അയച്ചു, ഈ വേല, രാജകീയ വേല ചെയ്യാൻ എന്നെ വിളിച്ചു. കർത്താവേ, എൻ്റെ മകൾ എന്ത് ജോലി ചെയ്താൽ, എന്ത് പഠിച്ചാൽ, എന്തൊക്കെയായാലും ശുശ്രൂഷയുടെ പങ്ക് കൊടുക്കണേ. വല്യമ്മച്ചിയുടെ അല്ലെങ്കിൽ മേരി കോർ ആൻറ്റിയുടെ ആഗ്രഹം അതായിരുന്നു. അവര് പ്രാർത്ഥിച്ചു. ഇവർ കുടുംബമായിട്ട് അമേരിക്കയിലോ, മോളും കുടുംബമായിട്ട് അമേരിക്കയിലോട്ട് പോകുമ്പോൾ, കർത്താവേ, കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുമ്പോൾ അവിടുത്തെ പിള്ളേരെ പോലെ ആയിപ്പോകരുതേ. അതായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. ഇപ്പോൾ 3 മക്കളും ഒരു ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ജോലിയുള്ളവരുമാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലക്കാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. കാണിച്ചു കൊടുക്കാൻ ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചയും കണ്ണുനീരോടെ വിതച്ചു. ആ കുടുംബം ആർപ്പോടെ കൊയ്തു. എത്രയോ എത്രയോ പേർ, സാക്ഷികളുടെ എത്രയോ വലിയ സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. ഭക്തിയുള്ള വീടുകളിൽ ഭക്തിയുള്ള തലമുറകളുണ്ടാകും. ലോകസ്നേഹത്തിൽ ജീവിക്കുന്ന വീടുകളിൽ അടുത്ത തലമുറ ലോകസ്നേഹത്തിലായിരിക്കും. കണ്ണുനീരോടെ വിതയ്ക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയിലും പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജയാളികളാകുന്ന തലമുറകളായി മാറും. അതുകൊണ്ട് യേശുവിനെ പോലെ നമുക്കുമായി തീരാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. എല്ലാവർക്കും ഒരു മോഡലായി തീരാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കുക, യേശുവേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൃപ തരണം. അങ്ങയ്ക്ക് വിശുദ്ധനാകേണ്ട, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമില്ലാഞ്ഞിട്ടും, അങ്ങക്ക് പരസ്യമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും ഒരു മാതൃകയാകേണ്ടത് സകലത്തിലും ഒരു മാതൃക വെച്ചേച്ച് പോയ കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്ക്, ഞങ്ങളെ അനുകരിക്കാനുള്ളവർക്ക് ഒരു മോഡലാകാൻ സകലത്തിലും ഞങ്ങളെ ഒരു മാതൃകയാക്കണം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും അതിനുള്ള കൃപ കൊടുക്കണം. ഈ കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടട്ടെ.
ശക്തീകരിക്കപ്പെടട്ടെ. സമൃദ്ധിയുള്ള വീടുകളാകട്ടെ. ഇന്നത്തെ ദിവസം ഈ കുടുംബം എന്ത് വിഷയത്തിലാണോ അതിന്മേൽ ഒരു അത്ഭുതം നടന്നു എന്ന് ഈ മക്കൾ പറയട്ടെ. പുതിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് യേശുവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.